ഇപ്പോൾ ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, മനുഷ്യരുടെ അവകാശത്തിന്റെ പ്രശ്നമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയും ഉറച്ചു നിൽക്കുന്നത്. പി രാജീവ് പറഞ്ഞതനുസരിച്ച് BJP അതിൽ വർഗീയത ചാലിക്കാൻ ശ്രമിക്കുന്നു, ആ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നു. മണിപ്പൂരിലേക്ക് എന്തുകൊണ്ട് BJP പോകുന്നില്ല, മുനമ്പത്ത് വരുന്നവർ എന്നുള്ളതാണ് ചോദ്യം. ലേബി, മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിധിയും ഈ മുൻകാല പ്രാബല്യമില്ല വഖഫ് നിയമ ഭേദഗതിക്ക് എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്നതാണ് എന്ന് തന്നെയല്ലേ? 22-ാം തീയതി ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കുമ്പോൾ മന്ത്രിയുടെ വാക്കുകളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ലേബി സുജീന്ദ്രൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ മന്ത്രി പി രാജീവ് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട്ടെ വിധിയുമായി ബന്ധപ്പെട്ടാണ്. അത് പക്ഷേ മുനമ്പത്ത് എത്രത്തോളം ബാധകമാകുമെന്നറിയില്ല. കാരണം മുനമ്പത്ത് ഇതുവരെയും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിധി. അതുകൊണ്ട് മുനമ്പം നിവാസികൾക്ക് ആശ്വാസം കിട്ടുന്നു, അവരതിൽ ആശ്വാസം കണ്ടെത്തുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം അവരുടെ മുനമ്പത്തുകാരുടെ പ്രതികരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. ആ കോടതി വിധി ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇത് പൂർണ്ണമായും റവന്യൂ പ്രശ്നമാണ്. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, മന്ത്രി പി രാജീവ് പറഞ്ഞ പോലെ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് പി രാജീവ് ആരോപിക്കുന്നു. പ്രതിപക്ഷം വേറൊരു രീതിയിൽ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു. സർക്കാർ ആകട്ടെ ഇതിൽ സങ്കീർണതകൾ ഒഴിവാക്കി പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇന്ന് രാവിലെ അല്പസമയത്തിനകം കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജ വരുന്നുണ്ട്. ഇവിടെ മുനമ്പത്തെ കോൺവെന്റ് ബീച്ച് പാലത്തിന് സമീപമുള്ള 6 വീടുകളിൽ സന്ദർശനം നടത്തുന്നു. അതുപോലെ അവരോടൊപ്പം മേജർ രവി അടക്കമുള്ളവരുണ്ട്. അതിനുശേഷം ഇവിടെ കൊല്ലം ബിഷപ്പ് വരുന്നുണ്ട്, CMB നേതാവ് CP ജോൺ വരുന്നുണ്ട്. ഈ സമരം വളരെ കഠിനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കൾക്ക് മുഖ്യമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് നൽകിയിരുന്നു. അതായത് 22-ന് ഉന്നതതല യോഗം ചേരും, പരിഹാരമുണ്ടാക്കും. ഇപ്പോൾ മന്ത്രി പി രാജീവും ആവർത്തിച്ച് പറയുന്നു സങ്കീർണതകളില്ലാതെ പരിഹാരമുണ്ടാക്കും. പക്ഷേ സർക്കാരിൻ്റെ ഈ ഉറപ്പിനെ പൂർണ്ണമായും മുനമ്പം നിവാസികൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുരഞ്ജനമല്ല, താൽക്കാലിക പരിഹാരമല്ല മുനമ്പം നിവാസികൾക്ക് വേണ്ടത്. ഈ 609 കുടുംബങ്ങളെയും ബാധിക്കുന്ന വളരെ സങ്കീർണമായ ഭൂമി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഇനി മേലിൽ ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ വഖഫ് സംരക്ഷണ സമിതി ഒരു അവകാശവാദവുമായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിയമക്കുരുക്ക് ഭാവിയിൽ ഉണ്ടാകരുത്. അത്തരത്തിലുള്ള വളരെ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കും വരെ ഈ സമരം തുടരുമെന്നുള്ള ശക്തമായ നിലപാടിലാണ് മുനമ്പം നിവാസികൾ. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണം തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ ഈ പ്രശ്നം. മാത്രമല്ല ലേബി, 22-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ന് 14-ാം തീയതി ആവുന്നുള്ളൂ. ഇനി ഒരാഴ്ച കൂടിയുണ്ട്. ആ ഒരാഴ്ചക്കിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. പരമാവധി അത് വാർത്തകളിൽ നിറച്ചു നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BJP അത് ശ്രമിക്കും. ഇതുപോലെ ശോഭാ കരന്തലജയൊക്കെ വരവ്, കരന്തലജയുടെയൊക്കെ പ്രസ്താവനകൾ കർണാടകയിൽ വളരെ പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിൽ കുപ്രസിദ്ധയാണ് ശോഭാ കരന്തലജെ. അപ്പോൾ ശോഭാ കരന്തലജെ പറയുന്ന വാക്കുകളൊക്കെ സമാധാനപരമായി ഈ സമരം നയിക്കുന്ന ആളുകൾക്കും തിരിച്ചടിയാകുമ്പോൾ എന്നൊരു ഭയമുണ്ട് പലർക്കും. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. വർഗീയമായി മുതലെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു, അത് BJP അതിന് കൂട്ടുനിൽക്കുന്നു. മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പോവാത്തത്? മുനമ്പത്തെ ഈ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വരുന്നവരെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ സങ്കീർണതകളില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം. പക്ഷേ ഈ 7 ദിവസം സർക്കാരിനെ സംബന്ധിച്ചൊരു അഗ്നിപരീക്ഷയാണല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ. ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ബിഷപ്പ് വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ രാഷ്ട്രീയമായ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമോ എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ അറിയാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയം വളരെ നിർണായകമാണ്. ഈ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെൻസിറ്റീവായ പ്രതികരണം ഉണ്ടാകാതിരിക്കാൻ തന്നെ ആയിരിക്കണം 22-ലേക്ക് അത് മാറ്റിവെച്ചിരിക്കുന്നത്. ഏതായാലും 22-ന് ഉന്നതതല യോഗം വിളിക്കും, അന്ന് പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ സർക്കാർ പറയുന്നതിനെ പൂർണ്ണമായും ഇവർ വിശ്വസിക്കുന്നില്ല തീരദേശവാസികൾ എന്നുള്ളതിന്റെ തെളിവാണ് സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഈ രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ BJPയുടെ നീക്കമാണ് ഏറ്റവും നിർണായകം. ഡോക്ടർ അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ ശോഭ കരന്തലജ ഇന്ന് പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രസ്താവന
എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യമൊക്കെ വളരെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രസ്താവന ഏതെങ്കിലും രീതിയിലുള്ള വർഗീയ ചേരിതിരിവ് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് ഇതിന് പുറത്തു നിൽക്കുന്നവർക്ക്. അതായത് ഈ തീരദേശവാസികൾ വളരെ ഒരു വർഗീയ ചേരിതിരിവും ഇല്ലാതെയാണ് ഇവരിവിടെ സമരം നടത്തുന്നത്. ഇത് കൃത്യമായും ഈ മനുഷ്യരുടെ പ്രശ്നമാണ്. ഇത്തരം ഒരു മാനുഷിക പ്രശ്നത്തെ ഒരു രാഷ്ട്രീയമായി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ ചേരിതിരിവിനുള്ള ശ്രമം നടത്തുമോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിനുമുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഈ കേന്ദ്ര സഹമന്ത്രിയുടെ വരവ്, അതിനുശേഷമുള്ള ഓരോ ദിവസവും ഇങ്ങോട്ട് പല നേതാക്കളും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വളരെ ആശങ്ക പുറമെ നിന്ന് നോക്കുമ്പോൾ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ലേബി സജിത്തിനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുനമ്പം വിഷയം കത്തിയാൽ ഒരു വലിയ മാലപ്പടക്കമായി സ്ഫോടനാത്മകമാകാൻ ശേഷിയുള്ള ഒരു വിഷയമാണ്. ആ വിഷയം അങ്ങനെ സംഭവിച്ചു പോയാൽ കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ട സാമൂഹികമായിട്ടുള്ള ഐക്യവും സഹവർത്തിത്വവും എന്നേക്കുമായി ഇല്ലാതാവും. ഒരു സമൂഹത്തെ നരകതുല്യമാക്കി മാറ്റാൻ ആ സമൂഹത്തിലെ ഒരു വിഷയത്തെ വർഗീയവൽക്കരിച്ചാൽ മതി. വർഗീയവൽക്കരിച്ചു കഴിഞ്ഞാൽ സ്വന്തം അതിർത്തിക്കപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്റെ മതം നോക്കി പിന്നെ നിങ്ങൾ പെരുമാറാനും ചിരിക്കാനും തുടങ്ങും. അത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി റിപ്പോർട്ടർ TV എടുക്കുന്ന നിലപാട്, മുനമ്പത്തെ പ്രശ്നം ഒരു മതപരമായ വർഗീയ വിഷയമല്ല, അത് മനുഷ്യരുടെ റവന്യൂ അവകാശത്തിന്റെ വിഷയമാണ്. ആ അർത്ഥത്തിൽ തന്നെ സർക്കാർ ഇടപെട്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പിൽ നമ്മളും വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരും മുനമ്പത്തെ 614 കുടുംബങ്ങളും അതിൽ വിശ്വസിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. 22-ാം തീയതിക്ക് ശേഷം ഏതെങ്കിലും തരത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാം എന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനൊപ്പം നിൽക്കരുത് എന്ന് മാത്രം പറയുന്നു. ഇത് കേരളത്തിലെ പൊതുജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തെ, നാളെകളിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തിയുള്ള റിപ്പോർട്ടർ TV അടക്കമുള്ളവരുടെ അപേക്ഷ കൂടി ഇത് പരിഗണിക്കുക. മുനമ്പം എന്നുള്ളത് ഒരു വർഗീയ വിഷയമല്ല, അത് മുനമ്പത്ത് താമസിക്കുന്ന 614 കുടുംബങ്ങളുടെയും മനുഷ്യ റവന്യൂ അവകാശത്തിന്റെ വിഷയമാണ്. അത് നിയമ നടപടികളിലൂടെ നമ്മൾ മറികടക്കേണ്ടതുമാണ്. അതിന് വർഗീയമായ പരിഹാരമേ ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ.